എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കൊഞ്ച് കറിയാണ് ഉണ്ടാക്കാൻ പോണത്, കൊഞ്ച് തീയൽ. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് വെള്ളരിക്ക, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്, 4 പച്ചമുളക്, 2 ചുവന്ന മുളക്, കരിവേപ്പില, ഗരം മസാലപ്പൊടി, നല്ല മുളക് പൊടി, 2 തക്കാളി, 1/2 കിലോ കൊഞ്ചേ എടുത്തിട്ടുള്ളൂ. 1/2 കിലോ കൊഞ്ചാണ് കഴുകി വൃത്തിയാക്കിയത്. 2.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് കടുക് ഇട്ട് കുറച്ച് കരിവേപ്പില. ആദ്യം ചെറിയ ഉള്ളി ഇടാം. അതൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, 4 പച്ചമുളക് കൂടെ ഇടുകയാണ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് വെള്ളരിക്ക കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചൊന്ന് വേവിക്കും. വെള്ളരിക്ക് ഉള്ളിയെല്ലാം വെന്തു. അതിലോട്ട് തക്കാളി, 2 തക്കാളിയാണ് എടുത്തത്. അതും കൂടെ വേവിക്കും. ആവശ്യത്തിന് ഉപ്പ്, അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. ഒന്ന് ശകലം നേരം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നല്ലവണ്ണം വയനിട്ടുണ്ട്. ഇതിലോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കണം. അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല മൂത്തിട്ടുണ്ട്. ഇനി ഗരം മസാലപ്പൊടി, നല്ല മുളക് പൊടി ഇടുകയാണ്. അതും കൂടെ ഒന്ന് ഇതിലോട്ട് ചേർക്കണം. കുറച്ച് ചൂടുവെള്ളം, നല്ലവണ്ണം ഇളക്കിയിട്ടുണ്ട്. അതൊന്ന് നല്ലവണ്ണം തിളച്ചൊന്ന് വേവിട്ട് 2 മിനിറ്റ് വെന്താൽ മതി. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ കൊഞ്ചിടുകയാണ്.
നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കുറച്ച് കരിവേപ്പില, കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് അടച്ച് വേവിക്കാം. കറി നല്ലവണ്ണം റെഡിയായി. നല്ലവണ്ണം കറി റെഡി ആയിട്ടുണ്ട്. അതിലോട്ടിനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. ഒഴിച്ചൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വന്നാൽ മതി. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ലവണ്ണം തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം. എല്ലാം ഉണ്ട്, ഉപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്യാണ്. നമ്മളെ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. കൊഞ്ച് കറിയും കപ്പയും ചോറും കൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കറി നന്നായിട്ടുണ്ട്, നല്ല രുചിയുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കേ.